ഈ വരുന്ന സെപ്റ്റംബറിന് മുമ്പ് ഈ മോളുടെ സ്ഥിതിയെ അങ്ങ് മാറും കേട്ടോ. ജോൺ ബ്രദർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് ദൂത് പറഞ്ഞു, ഒരു 4-5 മാസത്തിനകം ജോലിയിലേക്ക് കയറുന്നുള്ള പറഞ്ഞു. ഇവൾക്ക് ശ്വാസം മുട്ടൽ വരും. നിനക്ക് 12 വയസ്സ് മുതൽ തുടങ്ങിയതായത്. മീറ്റിംഗ് പങ്കെടുത്തപ്പോ 1 വർഷം കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. നിന്റെ പഠനം നിന്നുപോയതിന്റെ കാരണം നിന്റെ ആരോഗ്യമില്ലായ്മയാണ്. എന്തെങ്കിലും ഉണ്ടായാലേ ഇനി നിന്റെ ഫ്യൂച്ചർ ഉള്ളൂ. റിസൾട്ട് വന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു, ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞു. സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇപ്പോ? ഞാൻ ഇപ്പൊ സെൻട്രൽ പോലീസിൽ വർക്ക് ചെയ്യാം. പ്രിയ അതുല്യ സിസ്റ്ററാണ്. സിസ്റ്റർ കൊല്ലങ്കോട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഭാവിയിൽ ദൈവം ചെയ്ത വലിയൊരു അത്ഭുതമാണ്. തൻ്റെ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തൊരു അസാധാരണ സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ കുഞ്ഞുനാൾ മുതൽ തന്നെ അലട്ടിയിരുന്ന ചില രോഗങ്ങളും ചില പ്രയാസങ്ങളും ഈ സിസ്റ്ററിനുണ്ടായിരുന്നു. അതിൽ നിന്നും ദൈവം ചെയ്ത വിടുതലുകൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കാനായി പോകുന്നു. അതുല്യ സിസ്റ്ററെ പറയാമോ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കൊല്ലങ്കോട്. സിസ്റ്റർ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? സെൻട്രൽ പോലീസിൽ വർക്ക് ചെയ്യാം. സെൻട്രൽ പോലീസിൽ വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, എന്ത് ആവശ്യത്തോടെയാണ് ചർച്ചിലോട്ട് കടന്നു വന്നത്? ഞാൻ 2024 തൃശ്ശൂർ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. 24 ഏപ്രിൽ മാസത്തില്. അപ്പോ ജോൺ ബ്രദർ എന്നെ വിളിച്ച് ഇങ്ങോട്ട് ദൂത് പറഞ്ഞു, ഒരു 4-5 മാസത്തിനകം ജോലിയിലേക്ക് കയറുന്നുള്ള പറഞ്ഞു. ജോലി പ്രാർത്ഥിക്കാനായിരുന്നോ സിസ്റ്റർ വന്നത്? ഞാൻ ഇതിനു വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്ത് ജോലിക്കാ ശ്രമിച്ചുകൊണ്ടിരുന്നേ? ഞാൻ ഈ ഫോഴ്സിൽ തന്നെയായിരുന്നു ഇഷ്ടം. സെൻട്രൽ ഫോഴ്സിൽ തന്നെയായിരുന്നു ഇഷ്ടം. ഓക്കെ. അപ്പൊ 2023 എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സാമും ഫിസിക്കലും മെഡിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഫൈൽ മെറിറ്റ് ലിസ്റ്റ് ഔട്ട് ആയതായിരുന്നു. അപ്പൊ ഞാൻ അതുകൊണ്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പൊ 2024 ഏപ്രിൽ മാസത്തിൽ പങ്കെടുത്തു. അപ്പോ ജോൺ ബ്രദർ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു 5 മാസത്തിനകം ജോലിയിലോട്ട് കയറും. 5 മാസത്തിനകത്ത് ജോലിയിലോട്ട് കയറുമെന്ന് ബ്രദർ അങ്ങോട്ട് പറഞ്ഞു. ഓക്കെ. പിന്നെ എനിക്കൊരു ഇതുപോലെ ഒരു 3 മാസത്തിനകം റിസൾട്ട് വന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു, ഫിസിക്കലും മെഡിക്കലും കഴിഞ്ഞു. ഞാൻ ജനുവരിയിൽ കയറി. ഇതിപ്പോ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലീവിന് വന്നിരിക്കുകയാണ്. ലീവിന് വന്നപ്പോ സാക്ഷ്യം പറയാനായിട്ട് പാലക്കാട് വന്നതാണ്. കൈകൾ അടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. കഴിഞ്ഞ 2024 ഏപ്രിൽ മാസത്തിൽ നടന്നൊരു അത്ഭുതമാണ്. സിസ്റ്റർ ജോലിയുടെ ഭാരത്തോടെ ചില കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ വളരെ ഭാരത്തോടെയാണ് നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരുന്നത്. എന്നാൽ ജോൺ ബ്രദർ അങ്ങോട്ട് ദൂത് പറയാൻ ഇടയായി തീർന്നു. പറഞ്ഞ ദൂത് ഇങ്ങനെയാണ്: 4-5 മാസത്തിനകത്ത് നിനക്ക് ജോലിയുടെ വിഷയത്തിൻ്റെ മേലൊരു അത്ഭുതം ഉണ്ടാകും, ഒരു ജോലിയിലേക്ക് നീ പ്രവേശിക്കുമെന്ന് പറഞ്ഞിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. സിസ്റ്റർ സെൻട്രൽ ഫോഴ്സിൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: ജനുവരി മാസത്തിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ സിസ്റ്റർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജോലിയിലേക്ക് പ്രവേശനം നടത്തി. ഇപ്പോൾ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലീവിനിടയിലാണ് സിസ്റ്റർ സാക്ഷ്യം പറയാൻ നമ്മോട് കൂടെ ആയിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമാണ്. അടുത്ത ചുരിദാറിട്ട് മോളും കൊന്നേ. മോളെ, നീ ചെറുപ്പോ? നിനക്ക് എത്ര വയസ്സുണ്ടോ? 25. നിനക്ക് ചെവിക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ നീ പറയില്ലെന്ന്. പക്ഷെ നിനക്ക് ചെവിക്ക് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന്. അതിൻ്റെ കാരണം നിനക്ക് ചിലപ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവും. ഉണ്ട്. നിനക്ക് ശ്വാസം മുട്ടലിനോടൊപ്പം നിന്റെ ചെവി വന്നങ്ങാടയും. അങ്ങനെയല്ലേ? അദ്ദേഹം പറഞ്ഞു നിനക്ക് ചെവിക്ക് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ നീ പറയും ഇല്ലെന്ന് പറയും. പക്ഷേ നിനക്ക് ചെവിക്ക് പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഉണ്ടെന്ന്. കാരണം ഇവൾക്ക് ശ്വാസം മുട്ടൽ വരും. നിനക്ക് 12 വയസ്സ് മുതൽ തുടങ്ങിയതായത്. മോളെ, എങ്ങനെയാണോ? നീ സ്കൂളിൽ പോകാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിന്റെ പഠനം നിന്നുപോയതിന്റെ കാരണം നിന്റെ ആരോഗ്യമില്ലായ്മയാണ്. മോളെ പറ. ഞാനൊരു ചലഞ്ചിങ് വേർഡ് പറയട്ടെ. മോളുടെ പേരെന്താ? യേശു കർത്താവ് ഇന്നും മോളെ സൗഖ്യമാക്കും. നിങ്ങളൊന്ന് കൈയടിക്കാത്ത ഒരു ആമേൻ പറയാത്ത? അതുല്യയുടെ ശ്വാസകോശങ്ങൾ സൗഖ്യമാകുകയാ. നിങ്ങളിവിടെ നോക്കിക്കേ. 24 വയസ്സുള്ള, എത്ര, 26, 25 വയസ്സുള്ള ഒരു ആരോഗ്യത്തോടെ ഇരിക്കേണ്ട. പക്ഷെ ഇവൾക്ക് പല കാര്യങ്ങൾക്കും ആരോഗ്യമില്ല. ഈ 2 പ്രധാന പ്രശ്നങ്ങൾ ഇന്ന് സൗഖ്യമാവും. എന്നാൽ നീ വന്നത് നിന്റെ അതിനേക്കാൾ മുമ്പിലുള്ളൊരു പ്രശ്നമാണ്. നിന്റെ ഫിനാൻഷ്യലായ കാര്യങ്ങളിലും നിനക്ക് ജോലിയില്ലായ്മ എന്ന് പറയുന്നതിലും ഒത്തിരി തകർന്നായിരിക്കുന്നേ. എന്തെങ്കിലും ഉണ്ടായാലേ ഇനി നിന്റെ ഫ്യൂച്ചർ ഉള്ളൂ. ഒരു തരി സ്വർണം വീട്ടിലില്ല. അപ്പോൾ ഒരു വിവാഹം ഒന്ന് ആലോചിക്കാമെന്നോ നിന്റെ കാര്യങ്ങളൊന്ന് ചിന്തിക്കാമെന്നോ വിചാരിച്ചാൽ സാധിക്കത്തില്ല.
ഞാൻ ഇവളോടൊരു ദൂത് പറയട്ടെ, ഈ വരുന്ന സെപ്റ്റംബറിന് മുമ്പ് ഈ മോളുടെ സ്ഥിതിയെ അങ്ങ് മാറും കേട്ടോ. കർത്താവ് അത്ഭുതപൂർവമായൊരു ഡെലിവറൻസ് ഈ മോളുടെ മേൽ വെക്കുക. ഇവൾക്ക് ഈ ഇടയായിട്ട് ഒരു പ്രശ്നമുണ്ട്. ആഹാരം കഴിച്ച വയറിനകത്തൊരു ബുദ്ധിമുട്ട് വരും. ചില സമയത്ത് ബാത്റൂമിൽ പോകാനൊരു ബുദ്ധിമുട്ട് വരും. യേശു നിന്നെ ഇന്ന് സൗഖ്യമാക്കുക. അതില്ല നിന്റെ ഇടത്തെ ഇവിടെ, അത് നേരെ പുറകുവശം, അവിടെ നിനക്ക് ഒരു പ്രയാസമുണ്ട്. ഇന്ന് മോളെ കർത്താവ് സൗഖ്യമാക്കും. ഈ മോള് പറയും, ഒരാൾ നിന്നേ, അങ്ങയുടെ ശക്തി മോളെ തൊടട്ടെ. മോളെ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. മോൾ ഇന്ന് വരുമ്പോൾ പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം കർത്താവേ. പ്രാർത്ഥിച്ചു. എനിക്കിപ്പോൾ കർത്താവ് തന്നൊരു ആത്മീയ അനുഭവം പറയട്ടെ. ഞാൻ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്കും കൂടെ കർത്താവിനെ കാണാം, അനുഭവിക്കാം. ഞാനിത് പറഞ്ഞു ഇവൾക്കുണ്ടായ അനുഭവം പറയട്ടെ. ഇവളുടെ തലയിൽ നിന്നൊരു ഷോക്ക് പോലെ താഴോട്ട് പോയി. എന്നിട്ട് നെഞ്ചിന്റെ അവിടെ വന്നിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഉണ്ടായില്ലേ മോളെ? ഇപ്പോഴും ആ കിടുങ്ങിലകത്തുണ്ട്, ആ വിറയിലകത്തുണ്ട്. അത് ശക്തമാകാൻ പോവുക. നീ ഇപ്പോൾ കർത്താവിനെ അനുഭവിക്കാൻ പോവുക. നീ അനുഭവിച്ചത് കർത്താവിനെയാ. എന്റെ പറയുന്നോണെ ആ ശക്തി അഴിയുക എന്റെ കൂട്ടത്തിൽ. ഇവരെ പറയുന്നു കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ദൈവശക്തി കുടുംബം അനുഭവിക്കട്ടെ. ഈ മോള് കർത്താവിനെ അനുഭവിക്കട്ടെ. കർത്താവിന്റെ കൃപ ഈ മോളെ അനുഭവിക്കട്ടെ. ഒത്തിരി സന്തോഷം സിസ്റ്ററിനെ കാണാൻ കഴിഞ്ഞതിൽ. ദൈവം ചെയ്തത് തന്നെയാണ് അല്ലേ? ഇന്നത്തെ ലോകത്തോട് നോക്കിക്കഴിഞ്ഞാൽ ലോകം പറയുന്നത് അവരുടെ കഠിനാധ്വാനവും കഷ്ടപ്പാടുമാണ് ഉയർച്ചയിലെത്തിക്കുന്നത്. തീർച്ചയായിട്ടും കഠിനാധ്വാനം വേണം, കഷ്ടപ്പാട് വേണം, പഠനം വിദ്യാഭ്യാസം ഒക്കെ നല്ലതാണ്. പക്ഷേ സിസ്റ്ററിന് ഉറപ്പുണ്ട് ചില തടസ്സങ്ങൾ മുമ്പിലുണ്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി ആ തടസ്സങ്ങൾ മാറി സിസ്റ്റർ ആഗ്രഹിച്ചതിലും മേൽത്തരമായൊരു സ്ഥലത്തേക്ക് സിസ്റ്ററിനൊരു ജോലി ലഭിച്ചു എന്നാണ് പറയുന്നത്. കൈകളടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. ഒരുപക്ഷെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ജോലിയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവരായിരിക്കാം, ഏതെങ്കിലും ടെസ്റ്റുകൾ എഴുതി റിസൾട്ടുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സിസ്റ്റർ പറഞ്ഞതുപോലെ മെഡിക്കൽ ടെസ്റ്റോ ആ വിധത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുണ്ടായിരിക്കാം. വിശ്വസിക്കേണ്ടത് ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പ് തരുന്നുണ്ട്. യേശുവിൽ വിശ്വസിച്ചാൽ, ആരാധനയിൽ കടന്നു വന്നാൽ, യേശുവിനോട് പ്രാർത്ഥിച്ചാൽ ഒരു അത്ഭുതമുണ്ടാകും. സുനിശ്ചയമാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. അപ്പോൾ തന്നെ സിസ്റ്റർ പറയുന്നത് സിസ്റ്ററിന് കുഞ്ഞുനാൾ മുതൽ ചില പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് പറയാമോ? എനിക്ക് ഒരു 3-4 വയസ്സ് മുതൽ ടെസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. 3-4 വയസ്സ്, അതായത് വളരെ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ടെസ്റ്റ് അലർജി ഉണ്ടായിരുന്നു. ചെറിയ പൊടി പോലും തട്ടാൻ പറ്റില്ലായിരുന്നു. കഫകണ്ടി ശ്വാസം മുട്ടൽ വരും. ഒരു 3-2 ഡേയ്സ് അതിന്റെ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ ആയിരുന്നു. അല്പം പോലും പൊടി അടിക്കാൻ പറ്റത്തില്ല, കഫക്കെട്ട് വരും, ശ്വാസം മുട്ടൽ വരും, ഹോസ്പിറ്റലിൽ ചെന്ന് ആവി പിടിക്കേണ്ടി വരുമായിരുന്നു. അപ്പോ അതേ മീറ്റിംഗിൽ തന്നെ ബ്രദർ പറഞ്ഞിരുന്നു ശ്വാസം മുട്ടൽ കംപ്ലീറ്റ്ലി മാറുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്വാസം മുട്ടൽ കംപ്ലീറ്റ്ലി മാറുന്നു പറഞ്ഞു. അതെ. ഇപ്പോ മീറ്റിംഗ് പങ്കെടുത്തപ്പോ 1 വർഷം കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ ശ്വാസം മുട്ടൽ വന്നിട്ടില്ല. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഇത് ഇന്നും ഇന്നലെയോ ഉള്ള പ്രയാസമല്ല, 3-4 വയസ്സിൽ തുടങ്ങിയ പ്രയാസമാണ്. ഇന്നൊരു ജോലിക്കാരിയാണ് നമ്മുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ഇത്രയും വർഷമായിട്ട് സിസ്റ്ററിന് അലർജിയുടെ പ്രയാസമുണ്ട്, ആസ്മയുടെ അല്ലേ, ശ്വാസം മുട്ടലിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. അല്പം പോലും ഡസ്റ്റ് അടിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അതുല്യ സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രദർ ആ വിഷയവും ദൂത് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അല്പം പോലും അലർജി ഇല്ല, ഡസ്റ്റിന്റെ ബുദ്ധിമുട്ടുകളില്ല, ശ്വാസം മുട്ടലില്ല. യേശു അത്ഭുതകരമായൊരു സൗഖ്യമാണ് അതുല്യ സിസ്റ്ററിന് വേണ്ടി ചെയ്തത്. കരങ്ങൾ അടിച്ചു കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. സിസ്റ്റർ ലീവിനിടയിലും ഈ സാക്ഷ്യം പറയാൻ വന്നതിൽ സന്തോഷം. സിസ്റ്ററിന് എന്താണ് ഈ സഭയെക്കുറിച്ചും നമ്മുടെ അപ്പോസ്തലനായ ജോൺ ബ്രദറിനെ കുറിച്ചും പറയാനുള്ളത്? ഞാൻ വിശ്വസിക്കുന്നു, കൂടുതൽ വിശ്വാസത്തിലോട്ട് വരുന്നു, കൂടുതൽ വിശ്വാസത്തിൽ ഉറയ്ക്കാനിടയായി അല്ലേ? ബ്രദറിനെ പേഴ്സണലി കാണാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. എന്തുവായിരുന്നു സിസ്റ്ററിന്റെ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഏപ്രിലിൽ പങ്കെടുത്ത മീറ്റിംഗിൽ ബ്രദർ ഇത് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഫിസിക്കലും മെഡിക്കലും ടൈമിൽ എനിക്ക് അണ്ടർ വെയിറ്റ് ആയിരുന്നു. ഇതിപ്പോ മെഡിക്കൽ ചെക്കപ്പ് എല്ലാം ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടായിരുന്നു നോക്കിയിട്ടുണ്ടാവുക. മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ടർ വെയിറ്റ് ആയിരുന്നു. അതുപോലെ HB കൗണ്ട് ഒക്കെ ഭയങ്കര കുറവായിരുന്നു. എനിക്ക് ഗേൾസിന് 12 ആയിരുന്നു വേണ്ടത്, എനിക്ക് 9.5 അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഹീമോഗ്ലോബിൻ ഭയങ്കര കുറവായിരുന്നു, അണ്ടർ വെയിറ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഡയറക്റ്റ് റിജക്ഷൻ ആയിരുന്നു ഇതെല്ലാം ഇങ്ങനെ മെഡിക്കലി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ എങ്കിൽ ഞാൻ വിശ്വാസത്തിലോട് വന്ന് ഞാൻ ഓരോ തവണ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇല്ല, എനിക്ക് ബ്രദർ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഉറപ്പായും കിട്ടുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു.
കർത്താവ് അത്ഭുതം ചെയ്തല്ലേ? സിസ്റ്റർ പറയുന്ന അണ്ടർ വെയിറ്റ് ആണ്, അറിയാം. പോലീസ് ഡിപ്പാർട്ട്മെന്റിലോട്ട് അണ്ടർ വെയിറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ HP കൗണ്ട് കുറവാണ്, തനിക്ക് ഫിസിക്കലി ഫിറ്റ് അല്ലെങ്കിൽ ഒരിക്കലും ഈ ജോലി ലഭിക്കത്തില്ലായിരുന്നു. എന്നാൽ ബ്രദർ നിരന്തരം സിസ്റ്ററിനെ ബലപ്പെടുത്തിക്കൊണ്ടേയിരുന്നു, പ്രാർത്ഥനയിൽ ശക്തിപ്പെട്ടുകൊണ്ടേയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലി അതിലൂടെ ലഭിക്കാനിടയായി തീർന്നു. കർത്താവിന് ഇപ്പോൾ എത്രത്തോളം വിശ്വാസവും കർത്താവിൽ ഉറപ്പുണ്ട് സിസ്റ്റർ? എത്രത്തോളം ഉറപ്പുണ്ട് ഇപ്പോൾ? അത്രത്തോളം വിശ്വസിക്കുന്നു. എത്ര നാളായി സിസ്റ്റർ ഈ ഒരു യേശുവിലുള്ള മാർഗത്തിലേക്ക് വന്നിട്ട്? ഞാൻ കുഞ്ഞിലേ വന്നതാ, പക്ഷെ എന്റെ വീട്ടിലെ വിശ്വാസത്തിലായിട്ടില്ല. എന്റെ മേമ വരുമായിരുന്നു, അപ്പൊ മേമയുടെ ഒപ്പം വരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്താണ് ഇത്രയും വലിയ അത്ഭുതങ്ങൾ കാണാനിടയായത്. ഇപ്പൊ യേശു മാറാത്ത ദൈവമാണല്ലേ? ചോദിച്ചാൽ എന്തും തരുന്ന ദൈവമാണല്ലേ? അങ്ങനെ വിശ്വസിക്കുന്നു. കരമടിച്ച് എല്ലാവരും കർത്താവിനെ നന്ദി പറഞ്ഞേ. ചോദിച്ചാൽ എന്തും നൽകുന്നൊരു നല്ല കർത്താവാണ് നമുക്കുള്ളത്. സിസ്റ്റർ പറഞ്ഞു കുഞ്ഞുനാളിലെ യേശുവിനെ അറിയാൻ അവസരം കിട്ടി, എന്നാൽ ഫാമിലിയിൽ എല്ലാവർക്കും കർത്താവിനെ അറിയാൻ സാധിച്ചില്ല. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ യേശുവിനോട് കൂടുതൽ അടുക്കാനായിട്ടുള്ള അവസരം അതുല്യ സിസ്റ്ററിന് ലഭിച്ചു. അതിന്റെ അത്ഭുതങ്ങളുമായിട്ടാണ് സിസ്റ്റർ നമ്മുടെ നടുവിലായിരിക്കുന്നത്, നമ്മുടെ മുമ്പിലായിരിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റിൽ വർക്ക് ചെയ്യുന്ന, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സിസ്റ്ററിന്റെ സാക്ഷ്യമാണ്. ഉറപ്പുള്ളവർ ചേർന്നൊരിക്കൽ കൂടെ കരമടിച്ച് ആ നല്ല കർത്താവിന് നന്ദി പറഞ്ഞേ.